ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പാരിപ്പള്ളിയിലുള്ള രേവതി സിനിമാക്സിലാണ്. ഞങ്ങൾ ഇന്ന് മലയാളി ഫ്രം ഇന്ത്യ മൂവി കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഹൗസ്ഫുൾ അല്ല, എന്നാലും നല്ല അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസനും നിവിൻ പോളിയും ഒരുമിച്ച് അഭിനയിച്ച ഒരു മൂവിയാണ് മലയാളി ഫ്രം ഇന്ത്യ. രാഷ്ട്രീയവും മതവും ചേരുമ്പോൾ അത് വിഷമായി മാറുമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു മൂവി. സിനിമയുടെ തുടക്കം മുതൽ കോമഡിയും എൻ്റർടൈനുമായിട്ട് പോകുമായിരുന്നു സിനിമ. പിന്നെ ഇമോഷൻ, സീരിയസ്, കോമഡി ആയിട്ടുള്ളൊരു അടിപൊളി. ആൽപ്പറമ്പിൽ ഗോപി ഫ്രം ഇന്ത്യ. നിവിൻ പോളിയുടെ സഹോദരിക്കൊരു ലവ് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു ലവ് ട്രാക്കോ അതിനെപ്പറ്റി ഒരു അവസാനമായിട്ട് അതിൻ്റെ ഒരു എൻഡിങ്ങേ കാണിച്ചിട്ടില്ല. സിനിമയുടെ തുടക്കത്തിന് ഒരു എൻഡിങ് ഇല്ലാതെ ഒരു സിനിമയുടെ അവസാനമായപ്പോൾ വന്ന ആ ഒരു കാര്യങ്ങൾക്ക് മാത്രമേ ഒരു എൻഡിങ് കൊടുത്തിട്ടുള്ളൂ. സിനിമ കണ്ടുകൊണ്ടിരുന്ന പലർക്കും പല ഒപ്പീനിയനായിരുന്നു. ചിലർക്ക് ഫസ്റ്റ് ഹാഫാണ് ഇഷ്ടപ്പെട്ടത്, ചിലർക്ക് സെക്കൻഡ് ഹാഫാണ്. കുഴപ്പമില്ല, അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്നൊരു മൂവിയാണ്. നമ്മൾ സിനിമയൊക്കെ കണ്ടിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് ഫുഡ് അടിക്കാനുള്ള പരിപാടിയിലോട്ടാണ്. എവിടെ പോയി എന്ത് കഴിക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇവർ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ ഹോട്ടലിലോട്ട് വിടുവാണ്. പോകുന്ന വഴിക്കും സിനിമയെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഏതാണ് ഇഷ്ടപ്പെട്ടത്, ഏതാണ് ഇഷ്ടപ്പെടാത്തത്, അത് കൊള്ളാമോ, ഇത് കൊള്ളാമോ, അങ്ങനെയുള്ള കുറേ ചർച്ചകളായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ട് പോവാണ്. നല്ല എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ ഹോട്ടലിലോട്ട് പോയത്. പക്ഷേ അവിടെ നിന്ന് കിട്ടിയ നല്ല വേസ്റ്റ് ഫുഡായിരുന്നു. നല്ല ഫുഡായിരിക്കും എന്ന് പറഞ്ഞ് ചെന്ന് കയറി കൊടുത്തൊരു സ്ഥലം. പാരിപ്പള്ളി ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഹോട്ടൽ വരുന്നത്. ഹോട്ടലിൻ്റെ പേരെന്തായാലും ഞങ്ങൾ റിവീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരു ഹാഫ് ഷവായും 3 ചിക്കൻ നൂഡിൽസ് ഓർഡർ ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞു 2 ചിക്കൻ നൂഡിൽസേ ഉള്ളൂ, അതിന് പകരം വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോഴത്തേന് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. ഒന്നും കൊള്ളില്ല, ഒരു ചൂടുമില്ല, ഒരു വെന്തിട്ടില്ലാത്തൊരു ഫുഡായിരുന്നു. അവസാനം ടേസ്റ്റ് ചെയ്ത ഫുഡിന് മാത്രം പൈസ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കിളിമാനൂർ കഴിഞ്ഞിട്ട് വരുന്ന ഒരു കുഴിമന്തി റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫുൾ കുഴിമന്തി ഓർഡർ ചെയ്ത് ഞങ്ങളെല്ലാവരുടെ നല്ല വിശാലമായിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സത്യം പറയാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് കഴിച്ചതിനെക്കാട്ടിലും ഒരു ബെറ്ററായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങളത് ഫുള്ള് കാലിയാക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലോട്ട് വിടാൻ പോവാണ്. ഈ ഹോട്ടൽ വരുന്ന കിളിമാനൂരിൽ നിന്ന് വെഞ്ഞാറമൂട് പോണ റോട്ടിൽ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് വരുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു. അപ്പം നമ്മളിനി വീട്ടിലോട്ട് പോകണം. അപ്പോൾ അതിലെന്താ വീഡിയോ. ബൈ.